അഥ ശ്രീമന്നാരായണീയെ ദശകം 19 ശ്ലോകം 5 4 നമ്മളെടുത്തു. 5-ാമത്തെ ശ്ലോകം. തപോഭിരേഷാമതിമാത്രവർദ്ധിഭിः സയജ്ഞഹിംസാ നിരതോപി പാവിതഃ പിതാപി തേഷാം ഗൃഹയാത നാരദപ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. തപഃ അഭി യേഷാം അതിമാത്രവർദ്ധിഭിः സ യജ്ഞഹിംസാ നിരതഃ അപി പാവിതഃ പിതാ അപി തേഷാം ഗ്രഹയാത നാരദപ്രദർശിതാത്മാ ഭവത് ആത്മതാം യയൗ. ഇതാണ് ശ്ലോകം. അപ്പം പ്രചേതസ്സുകൾ 10,000 സംവത്സരം വെള്ളത്തിൽ മുങ്ങിക്കടന്ന് തപസ് ചെയ്തു. ആ തപസ് കൊണ്ട് പൂർവികരായ എല്ലാവരും ശുദ്ധരായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തപഃ അഭിഹി അതിമാത്രവർദ്ധിഭിഹി യേഷാം എന്ന് പറഞ്ഞാൽ അവർ അതിമാത്ര എന്ന് പറഞ്ഞാൽ അളവ്, വളരെ കാലം തപസ് ചെയ്തു എങ്കിലും, വർദ്ധിച്ച തപസ് ചെയ്തു എങ്കിലും, സ യജ്ഞഹിംസ അവരാ യജ്ഞത്തിലൊക്കെ എന്തൊക്കെയാണ് ഹിംസകൾ ചെയ്ത ആ ഹിംസകളൊക്കെ ചെയ്തിട്ടും, പിന്നെ വേനനാണെങ്കിൽ പൂജ ചെയ്യാനും ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഭഗവാനെ പൂജിക്കാനും ഒന്നും സമ്മതിച്ചിരുന്നില്ല. അതൊക്കെ നിരസിച്ചിട്ടും പിന്നെ മഹർഷിമാരുടെ മുനിമാരുടെ എല്ലാം ശാപമേറ്റ് വേനൻ പണ്ട് അല്ലേ നമ്മുടെ ഈ അമ്പാറ്റയുടെ ഗതി ഉണ്ടായി. ശലഭദശാമനായി വേന എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇതായിപ്പോയിട്ടുണ്ട് അല്ലേ, ചാരമായി ഉണ്ടായിരുന്നു. അങ്ങനെ പോയ ആ വേനൻ പോലും ഇവരുടെ തപസ് കൊണ്ട് ശുദ്ധനായി എന്നാണ് ഇവിടെ കഥ പറയുന്നത്. തപോഭി യേഷാം അവർ വർദ്ധിച്ച ഇവരുടെ പ്രചേതസ്സുകളുടെ പ്രവൃത്തങ്ങളായ തപസ്സുകൊണ്ട് യജ്ഞങ്ങളും ഹിംസാനിരതഃ ഹിംസകളെ എല്ലാം നിരോധിച്ച, അതായത് ഭഗവത് ഭക്തിയെയും യജ്ഞങ്ങളെയും ഒക്കെ നിരോധിച്ചവനായ അല്ലേ. പിന്നെ തന്നെയല്ല, തൻ്റെ സ്വന്തം പാപങ്ങൾ, എന്തൊക്കെ പാപങ്ങൾ പണ്ട് ചെയ്തിട്ട്. അപ്പം നാരദ മഹർഷി ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഗ്രഹത്തിൽ വന്നു ചേർന്ന ആ നാരദ മഹർഷി നാരദ മഹർഷി പല പ്രാവശ്യം പ്രാചീന ബർഹിസിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കണ്ടഭാവം നടിച്ചില്ല. കാരണം നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കമഠഹ അല്ലേ, കർമ്മഠൻ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ കർമ്മഠൻ എന്നാണ് വിളിച്ചത്. കർമ്മങ്ങളൊന്നും ശരിക്ക് ചെയ്യാത്ത ആളെന്ന്. അപ്പോൾ കർമ്മഠത്വം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ നാരദ മഹർഷി പോയതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു യാഗം കഴിഞ്ഞ് വരുന്ന വഴി നാരദ മഹർഷി പ്രാചീന ബർഹിസിനെ കണ്ടു. അദ്ദേഹം സ്വീകരിച്ചിരുത്തി. അപ്പോഴത്തേക്കും കുറേയെല്ലാം ശുദ്ധമായി എന്ന അർത്ഥം, കുറേ പാപങ്ങളെല്ലാം നശിച്ചു. അപ്പം നാരദ മഹർഷി പറഞ്ഞു, പ്രാചീന ബർഹിസേ, നീ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന്, എന്തൊക്കെ ഹിംസ ചെയ്തു എന്നും നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിനക്ക് കാണണമെങ്കിൽ നോക്കൂ, എന്നെ സ്പർശിച്ചുകൊണ്ട് നോക്കൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷിയെ സ്പർശിച്ചുകൊണ്ട് ആ പ്രാചീന ബർഹിസിന് പരലോകത്ത് എന്താണ് ചെയ്തു കൂട്ടിയെന്നെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പേടിച്ചു പോയി. കാരണം ഹിംസ ചെയ്ത ജന്തുക്കളും എല്ലാം പല്ലും നഖവും കൊണ്ട് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി എന്തു ചെയ്തു? അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു അല്ലേ. അപ്പോൾ ഈ പ്രാചീന ബർഹിസിൻ്റെ പോലും പാപങ്ങൾ ഈ പ്രചേതസ്സുകളുടെ തപസ് കൊണ്ട് ആ ചെയ്ത പാപങ്ങളെല്ലാം മാറിപ്പോയി. തൻ്റെ അച്ഛനും പാപമുക്തനായി എന്നാണ് ഈ കഥ പറയുന്നത്. അതിന് നാരദ മഹർഷി ആരുടെ കഥയാണ് പറഞ്ഞു കൊടുത്തേ?
പുരഞ്ജനൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. പുരഞ്ജനൻ്റെ കഥ 4-ാം അധ്യായത്തിൽ 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാസമഹർഷി വിവരിച്ചത് ഇവിടെ ഒറ്റയൊരു ഇതുകൊണ്ട് മേൽപ്പത്തൂർജി വർണ്ണിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുത്തു. സയജ്ഞ ഹിംസാനിരതോഭിഭാവിത പിതാപി തേഷാം ഗ്രഹയാത നാരദ പ്രദർശിതാത്മാ. ആ നാരദൻ ഉപദേശിച്ചു കൊടുത്ത ആ രുദ്രഗീതം പ്രചേതസ്സുകൾ വെള്ളത്തിൽ കിടന്ന് 10,000 വർഷം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പ്രാചീന ബർഹിസ് ചെയ്ത പാപങ്ങളെല്ലാം പോയി. തൻ്റെ അച്ഛന് പോലും പിതാവ് പ്രാചീന ബർഹിസിന് പോലും അവരുടെ ആ തപസ് കൊണ്ട് ഭവദാത്മതാംയയവും എന്ന് പറഞ്ഞാൽ മുക്തി നേടി എന്നർത്ഥം. അപ്പോൾ തപോഭിരേഷാം മാത്രം എന്ന് പറഞ്ഞാൽ അളവ്, വളരെ കാലം തപസ് ചെയ്യേണ്ടി വന്നു എങ്കിലും എന്നാണ് പറഞ്ഞത്. സയജ്ഞഹിംസ നിരതോഭിഭാവിത പിതാപിതേഷാം ഗ്രഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. ഈ പ്രചേതസ്സുകളുടെ പ്രവൃത്തങ്ങളായ തപസ്സുകൊണ്ട് യജ്ഞങ്ങളെയും ഭഗവത് ഭക്തിയെയും നിരോധിച്ചവനും സ്വപാപഫലമായി മഹർഷിമാരുടെ ശാപാഗ്നിയിൽ മരിച്ചു വീണവനുമായ പൂർവികനായ വേനൻ പോലും നരകത്തിൽ നിന്നും കരകയറി. രാജധാനിയിൽ ആഗതനായ നാരദൻ്റെ ഉപദേശത്താൽ, അപ്പം ഈ വേനൻ രാജാവായിരുന്നല്ലോ, ആ രാജധാനിയിൽ എത്തിച്ചേർന്ന നാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട് പുരഞ്ജനോപാഖ്യാനം എന്ന കഥ പറഞ്ഞു കൊടുത്തു. നമ്മളെല്ലാവരും പുരഞ്ജനന്മാരാണ്. പുനരഭിമരണം, പുനരഭിജനനം, വീണ്ടും വീണ്ടും നമ്മുടെ കർമ്മങ്ങളും ധർമ്മങ്ങളും ഇതായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ എല്ലാം അതിൻ്റെ എല്ലാം കണക്ക് ഭഗവാൻ എടുക്കുന്നുണ്ട്. അപ്പം ഈ നാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട് ഈ പ്രാചീന ബർഹീസും മുക്തനായി തീർന്നു, ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചു എന്നാണ് ഈ കഥ പറയുന്നത്. അപ്പം വേനൻ നരകത്തിൽ നിന്ന് കരകയറി, അതിൻ്റെ പുറകെ പ്രാചീന ബർഹിസിനും മുക്തി കിട്ടി. അതാണ് ഭവദാത്മതാം യയൗ, ഭഗവാന്റെ പരമാത്മജ്ഞാനം ലഭിച്ചവനായി തീർന്നു പ്രാചീന ബർഹിസ്, ഭഗവത് സായുജ്യം പ്രാപിച്ചു എന്നർത്ഥം. തപോഭിരേഷാം അതിമാത്രവർദ്ധിഭിഃ സയജ്ഞഹിംസ നിരതോഭിഭാവിത. ഭാവിതം എന്ന് പറഞ്ഞാൽ പവിത്രമായി എന്നർത്ഥം, ശുദ്ധമായി. അപ്പം കർമ്മഠനായിരുന്ന പ്രാചീന ബർഹിസ് ഇവിടെ പ്രചേതസ്സുകൾ 10 പുത്രന്മാരുടെ തപസ്സുകൊണ്ട് പ്രാചീന ബർഹിസ് വേനൻ പോലും മുത്തച്ഛൻ, അവരുടെ മുത്തച്ഛനായ വേനനും ഈ പ്രാചീന ബർഹിസും എല്ലാവരും ശുദ്ധന്മാരായി കർമ്മഠത്വമൊക്കെ പോയിട്ട് അവരെല്ലാവരും സായുജ്യം ഭഗവാന്റെ സായുജ്യം നേടി എന്നർത്ഥം. ഭഗവത് സായുജ്യം നേടി, പരമാത്മജ്ഞാനം നേടി എന്ന് അർത്ഥം. പിതാപിതേഷാം ഗ്രഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. പ്രചേതസ്സുകളുടെ പ്രവൃത്തങ്ങളായ തപസ്സുകൊണ്ട് യജ്ഞങ്ങളെയും ഭഗവത് ഭക്തിയെയും നിരോധിച്ചവനും സ്വപാപഫലമായി മഹർഷിമാരുടെ ശാപാഗ്നിയിൽ മരിച്ചു വീണവനുമായ പൂർവികനായ വേനൻ പോലും നരകത്തിൽ നിന്നും കരകയറി. രാജധാനിയിൽ ആഗതനായ നാരദൻ്റെ ഉപദേശത്താൽ പരമാത്മജ്ഞാനം ലഭിച്ച പ്രാചീന ബർഹിസാകട്ടെ ഭഗവത് സായുജ്യപ്രാപ്തനുമായി എന്ന് അർത്ഥം. അപ്പം സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാഹ ഭവൽ സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീക്രത തപോഭിരേഷാമതിമാത്രവർദ്ധിഭിഃ സയജ്ഞഹിംസ നിരതോഭിഭാവിതഃ
പിതാപിതേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. ഇന്നത്തെ അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ